എൻ്റെ പേര് ബെൻസി സാജു. ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയാനുണ്ടായ കാരണം 2021 ഒക്ടോബർ 13 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ, ഇന്ന് വരെ ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കാര്യം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ്. 2017 മുതൽ അതിഭയങ്കരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 2020 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. 82 സെൻറ്റ് സ്ഥലവും വീടും മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് വിറ്റാൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി ബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് വിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് മാറി എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോഴത്തേക്കും സഹോദരങ്ങളാലും മൊത്തത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ജീവിതം തന്നെ തീർത്തേക്കാം എന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടിരുന്നു. എങ്കിലും എൻ്റെ മമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ആ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയോ ഒക്ടോബർ മാസം വരെ ഞങ്ങൾ പിടിച്ചു നിന്നു. ഒക്ടോബർ മാസത്തിൽ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ ഭാര്യ എന്നോട് പറഞ്ഞു, നീ എന്താണേലും ആലപ്പുഴയിൽ പോയി കൃപാസനത്തിൽ ഒന്ന് പള്ളിയുണ്ട്, അവിടെ പോയി നീ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, ഞാൻ പോയിട്ട് വന്നതാണ് അവിടെ എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാനും എൻ്റെ നാത്തൂനും കൂടെ, ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുമളിയിൽ നിന്ന് വെളുപ്പിനെ 4 മണിക്ക് അവിടുന്ന് പോന്നു. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, തിരിച്ച് കുമളിക്ക് പോയി. പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി. ആ നിമിഷം മുതൽ, ഉടമ്പടി എടുത്ത നിമിഷം മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. എന്തു പറഞ്ഞാലും അതിനപ്പോൾ തന്നെ മറുപടി പറയുകയും ആ പറയുന്നവരോട് അതിഭയങ്കരമായി ദേഷ്യപ്പെടുകയും, വീട്ടിലാണെങ്കിലും എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഇന്ന് വരെ ആ ദേഷ്യമോ അങ്ങനെ ഒരു വാക്കോ എന്നിൽ നിന്നുണ്ടായിട്ടില്ല. അവിടെ എന്നെ മാതാവ് അതിഭയങ്കരമായിട്ട് സംരക്ഷിച്ച് നിർത്തി. പിന്നെ അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് എഴുതി മാറാൻ ഒരു തരത്തിലും പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലവിധ തടസ്സങ്ങളായിരുന്നു ആ സ്ഥലം എഴുതി മാറാൻ. അത് സെപ്റ്റംബർ മാസം വിറ്റ സ്ഥലം ഡിസംബർ ആയിട്ടും എഴുതി മാറാൻ സാധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഡിസംബറിൽ ലാസ്റ്റ് സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. ഞങ്ങളവരെ ചീറ്റ് ചെയ്തു. സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, 82 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വിറ്റിട്ട് അതിലും കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ട് കേസ് കൊടുത്തു. അപ്പം കേസ് ഞങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവും എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങളോട് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇന്ന ദിവസം എഴുതി കൊടുക്കാമെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിച്ചു. ഞാൻ അതിന് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഞാൻ വിളിച്ചിറക്കി മുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് അന്ന് എനിക്ക് ജനുവരി 13 ഇത് പുതുക്കേണ്ട ദിവസമാണ്. ഞാൻ അന്ന് അവിടെ പോയിട്ട് വന്നിട്ട് മാത്രമേ സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സ്ഥലം അളന്നതിന് ശേഷം മാത്രം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു രമ്യതയിലല്ലാതെ പിരിഞ്ഞു. അവരുടെ വീട്ടുകാരുമായിട്ട് വീണ്ടും ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ 15-ാം തീയതിക്കുള്ളിൽ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞു. 12-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. 13-ാം തീയതി സ്ഥലം അളന്നു കൊടുക്കാമെന്ന് പറഞ്ഞു. 12-ാം തീയതി വൈകിട്ട് ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു ഞാൻ. എങ്കിലും 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടി ചൊല്ലിയിട്ട് വീണ്ടും ഞാൻ ബൈബിളും വായിച്ചിട്ട് വീണ്ടും വീണ്ടും ഉറങ്ങി വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപം 3 പ്രാവശ്യം എൻ്റെ തലയ്ക്ക് മേളിൽ വന്ന് എൻ്റെ തലയിൽ നന്നായി തട്ടി. 3-ാമത്തെ പ്രാവശ്യം തട്ടിയപ്പോഴത്തേക്കും എൻ്റെ മമ്മി എന്നെ ഫോൺ വിളിച്ചു. ഒന്ന് വിളിച്ചു, ഞാൻ എടുത്തില്ല. 2ാമത് വിളിച്ചു. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും പേടിയാണ്. 2ാമത് വിളിച്ചപ്പം ഞാൻ ഫോൺ എടുത്തു. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ്, മമ്മി എന്തിനാ എന്നെ ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചു. വർത്താനമൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു. എൻ്റെ ഹസ്ബൻഡും 2ാമത്തെ കൊച്ചും കൂടെ സ്ഥലം അളക്കുന്നിടത്തേക്ക് പോയി. ഞാൻ ഒരു മുറിയിൽ കയറി ബൈബിള് വായിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ് പ്രായം. അവൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 21 തവണ വേറൊരു മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, സ്ഥലം അളന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വെച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നുണ്ട് കൃപാസന മാതാവ് സ്ഥലം അളക്കുന്ന ചങ്ങലയിൽ അമ്മ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സ്ഥലം അളക്കേണ്ട സമയം കഴിഞ്ഞു. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല.
തിരിച്ച് ഞാൻ ആ മുറിയിൽ തന്നെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 82 സെൻറ്റ് സ്ഥലം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളായിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന്. വീണ്ടും അതിന് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചു. 82 സെൻറ്റ് സ്ഥലം എന്നുള്ളത് അളന്നു വന്നപ്പോൾ 96 സെൻറ്റ് സ്ഥലമായിട്ട് ഞങ്ങൾക്കത് കിട്ടുവാനിടയായി. ആ സ്ഥലം എഴുതി മാറാൻ വളരെ പ്രയാസങ്ങളായിരുന്നു. ജനുവരി 15-ാം തീയതി രാവിലെ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരുപാട് പേര് പ്രശ്നമുണ്ടാക്കും, നിങ്ങൾക്ക് സ്ഥലം എഴുതി മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ കാശ് രൂപം എടുത്ത് കൊടുത്തിട്ട് ഹസ്ബൻഡിനെയും എൻ്റെ ആങ്ങളെയും ചേട്ടനും മാത്രം പോയി അത്രയും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു തടസ്സവുമില്ലാതെ ആ സ്ഥലം എഴുതി മാറാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ 13 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അതിനു മുൻപ് മുതലേ മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ പറയും, ഞാൻ മദ്യപിച്ചാൽ ഒരു പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല എന്ന്. ഞങ്ങൾ തമ്മിൽ അതേക്കുറിച്ച് പറഞ്ഞ് മദ്യപിച്ചിട്ട് വരുമ്പോൾ എപ്പോഴും തന്നെ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. പിള്ളേർ പറഞ്ഞാലും ഒന്നും അത് കേൾക്കാറില്ലായിരുന്നു. ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്, എങ്കിലൊന്നും അത് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ അതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു, എങ്കിലും ഞാനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ആ നിയോഗത്തിന്. ഡിസംബർ മാസം 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിൻ്റെ അന്ന് ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. കുറേ ദിവസം പിന്നെ മദ്യപിക്കാതിരുന്നു. അപ്പോൾ ഞാൻ സന്തോഷിച്ചു, മദ്യപാനം നിർത്തിയല്ലോ എന്നോർത്ത്. വീണ്ടും പെട്ടെന്നൊരു ദിവസം മദ്യപിച്ചിട്ട് വന്നു. അന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ഇതിനാണോ ഞാൻ ആ മകനെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെങ്കിൽ ഡിസംബർ 26-ാം തീയതി ഉച്ച കഴിഞ്ഞ് വന്ന് വീട്ടിൽ മദ്യപിച്ചിട്ടാണ് വരുന്നത്. അന്ന് കൊച്ചിനോട് പറഞ്ഞു, ഇനിയും ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല എന്ന്. അപ്പോൾ എൻ്റെ കൊച്ചു പറഞ്ഞു, പപ്പ എപ്പോഴും ഇത് പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ നിമിഷം അന്ന് മുതൽ ഇത്രയും ദിവസമായിട്ട് പിന്നെ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് അലർജി ഉണ്ടായിരുന്നു. 2 പേർക്കുണ്ടായിരുന്നു, ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു, കൊച്ചിനും ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും തുമ്മലും മൂക്കടപ്പും ഭയങ്കര ജലദോഷം കൊണ്ട് വളരെ വേറെ ബുദ്ധിമുട്ടിയിരുന്നു. അതും ഇവിടെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അതും 2 പേർക്കും ഇത്രയും നാളായിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കൊച്ചിന് ദേഹം മുഴുവൻ ഇങ്ങനെ പൊള്ളിയ പാടുപോലെ വരും. അപ്പം മെയ് മാസത്തിൽ അത് ഭയങ്കരമായിട്ട് കൂടി. പെട്ടെന്നൊരു ദിവസം അത് ഭയങ്കരമായിട്ട് ദേഹം മുഴുവനുമായി. എൻ്റെ മമ്മി ആങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത് അപ്പോൾ ഈ മങ്കി ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ആ അസുഖം ഇങ്ങനെ ടി വിയിലൊക്കെ കാണിക്കുന്ന സമയമാണ്, ഇതങ്ങനെ എന്തോ പ്രശ്നമുണ്ട്, നീ കൊച്ചിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം, ഒട്ടും താമസിക്കരുത്, നാളെ രാവിലെ തന്നെ പോകണമെന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞു. ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ആറിച്ച് ഞാൻ അവളോട് കുളിക്കാൻ പറഞ്ഞു. അവളത് കുളിച്ച് കയറി വന്ന് അന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം എൻ്റെ അമ്മാച്ചൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമ്മാച്ചൻ മുട്ടയിൽ നിന്നുകൊണ്ട് ഉടമ്പടി തൈലം എടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തൂത്ത്, ഒരു തുള്ളി തൈലം എടുത്ത് അവളുടെ ദേഹത്ത് മൊത്തം തൂത്ത് ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ദേഹം മുഴുവൻ പൊള്ളിയ പോലെ പൊങ്ങി നിന്നിരുന്ന ആ പാട് ഒരെണ്ണം പോലും ഇല്ലാതെ ദേഹത്തു നിന്നും മൊത്തം തൂത്ത് മായ്ച്ച് കളഞ്ഞതുപോലെ മുഴുവനും മാറി. പിന്നെ ഇന്ന് വരെ അങ്ങനൊരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ അവൾക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുക, അതിനു വേണ്ട വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും ഞാൻ പഠിച്ചത് തയ്യലാണ്. എനിക്ക് ആ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതിൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അവളെ ഇട്ടിട്ട് പോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ വേറെ ആരും നോക്കാനില്ല. 9:15 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ മാത്രമേ എനിക്കതിന് പോകാൻ സാധിക്കുമായുള്ളായിരുന്നു. ആ സമയത്ത് ആരും ജോലി തരില്ലല്ലോ മാതാവേന്ന് ഞാനിവിടെ വന്ന് ഇവിടെ എല്ലാ മാസവും ഞാൻ വരും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ അവളെ സ്കൂളിൽ വിടുന്നത് ജൂൺ 4-ാം തീയതി ആയിരുന്നു. ജൂൺ 3-ാം തീയതി വൈകിട്ട് അണക്കരയിലുള്ള ഒരു കടയിൽ, അത് തയ്യൽക്കട തന്നെയാണ്, അവിടെ 9:30 മുതൽ 3:30 വരെയുള്ള സമയത്ത് എനിക്ക് അവിടെ പോയി തയ്ച്ചിട്ട് 3:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുവാൻ ഉള്ള ഒരു ജോലി തന്ന് മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ അമ്മാച്ചൻ്റെ കാലിന്
അതിഭയങ്കരമായ വേദനയായിരുന്നു. വേദനയെന്ന് പറഞ്ഞാൽ 2 കാലിലും ബാൻഡേഡ് ചുറ്റിക്കൊണ്ട് മാത്രമേ നടക്കാൻ പാടുള്ളായിരുന്നു. കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ മുട്ടുകുത്തി നിന്ന് എഴുന്നേൽക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ടിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്തും ടൈഗർ ബാമും ഗുളികയും കൊണ്ടുവെക്കും, ഓടിക്കുന്ന വണ്ടിക്കകത്തും അത് കൊണ്ടുവെക്കും, വീട്ടിലുമുണ്ട്. ഇതും ഇല്ലാതെ ഒരിക്കൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഒക്ടോബർ 13 ഉടമ്പടി എടുത്ത് ഞങ്ങൾ കുമിളിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടിയില്ല അണക്കരയ്ക്ക് പോകാൻ. അപ്പം അമ്മാച്ചനാണ് കാറും കൊണ്ട് വന്നത്. ഞങ്ങളിത് പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതൊരു ശകലം എടുത്ത് കാലയിലൊന്ന് തൂത്ത് നോക്ക്, ഇത് കുറയുമോ എന്നറിയാം, ഇങ്ങനെ ഒത്തിരി സാക്ഷിയൊക്കെ അവിടെ ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. അതെടുത്ത് മുട്ടയിൽ തൂത്തു, മസിൽ കയറുന്നിടത്തെല്ലാം ആ ഉടമ്പടി തൈലം തൂത്തു പ്രാർത്ഥിച്ചു. ഇന്ന് വരെയും അന്ന് ചുറ്റി വെച്ച് കാലയിൽ കെട്ടുന്ന ബാൻഡേഡ് പിന്നെ ഇന്ന് വരെയും അത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മസിൽ കയറിയിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങി കുറേ നേരം അവിടെ നിന്നിട്ടതിന് ശേഷം മാത്രമേ പിന്നെ തിരിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ കാലിന് വേദനയായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ആ കാലിന് വേദന. വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെഷീൻ ചവിട്ടി തയ്ക്കാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇന്ന് വരെയും എനിക്ക് ആ കാലിന് വേദന ഉണ്ടായിട്ടില്ല. ഇത്രയേറെ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു. സാക്ഷ്യം പറയാൻ അല്പം ലേറ്റായപ്പോഴതിൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ സ്ഥലം എടത്വായാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ബെറ്റീന എന്നാണ്. ഞാൻ UK മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്നു. 2018 ജൂലൈ മാസം 12 ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അടിവയറ്റിൽ അതിഭയങ്കരമായ ഒരു വേദന അനുഭവപ്പെട്ടു. പല പെയിൻ കില്ലറുകളൊക്കെ ഞാൻ കഴിച്ചു നോക്കി, പക്ഷേ ഒന്നും പറയുന്ന ലക്ഷണം കണ്ടില്ല. അതനുസരിച്ച് ഞാൻ അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്ലാക്ക് ബേൺ ഹോസ്പിറ്റൽ എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്, ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞു, ഈ അതിവേദനയായിട്ട് തിരിച്ചെങ്ങനെ വീട്ടിൽ പോകാൻ നോക്കും, പുള്ളിക്കാരിയും ആ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്, ഞങ്ങൾ ഒരു കാരണവശാലും തിരിച്ച് പോകത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും രാത്രി അവിടെ തങ്ങി, അതിവേദനയായിട്ട് തങ്ങി. ഏകദേശം വെളുപ്പിനെ 2 മണിയായപ്പോൾ മാതാവിൻ്റെ കരുണയായിരിക്കാം, ഒരു ദൈവദൂതനെ പോലെ ഒരു സർജൻ എൻ്റെ അടുക്കൽ വരികയും എൻ്റെ വയറ് തൊട്ട് നോക്കിയിട്ട് എൻ്റെ ഭാര്യയോട് മാറി എന്ന് പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ മാത്രം പറഞ്ഞിട്ട് ആ ഡോക്ടർ അങ്ങ് തിരികെ പോയി. ഉടൻ തന്നെ ഞാനിതൊന്നും അറിയുന്നില്ല, എന്നെ CT സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ CT സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു മുഴ മാത്രം കണ്ടു. അവർക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അന്നേരത്തെ ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ വേദന ഇങ്ങനെ സഹിക്കുകയാണ്. പിന്നെ പെയിൻ കില്ലർ തന്നുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഉടനെ നമ്മുടെ PET സ്കാൻ ചെയ്യാനായിട്ട് വിട്ടു. കാരണം ഇത് മാസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് PET സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ചെറുകുടലിൻ്റെ വൻകുടലിൻ്റെ ഇടയ്ക്ക് 10 സെൻറ്റിമീറ്റർ നീളത്തിലും 9 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു മാസ് ഉണ്ടായിരുന്നു. ഡോക്ടർക്ക് പോലും അതിശയമാണ് ഈ ചെറുകുടലിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയൊരു മാസ് എങ്ങനെ വന്നു എന്നുള്ളത്. അവരെ പലരും ഇങ്ങനെ ആഴ്ചകൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു എന്ത് ചെയ്യണമെന്ന്. അവസാനം സർജന് വിട്ടു. സർജൻ പറഞ്ഞു ഇത് സർജറി ചെയ്യാൻ ഒക്കത്തില്ല, ചെയ്തു കഴിഞ്ഞാൽ കുടൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ലല്ലോ, പെട്ടെന്ന് മരിച്ചു പോകാനും ബ്ലീഡിങ് വരാനൊക്കെ സാധ്യതയുണ്ട്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, മറ്റേ ഡോക്ടർ പറഞ്ഞു, സർജനെ വീണ്ടും റെഫർ ചെയ്തു. അവർ പറഞ്ഞു പറ്റത്തില്ല, നിങ്ങൾ കീമോയോ വല്ലതും നോക്കുകയേ ഉള്ളൂ നിവൃത്തി എന്ന് പറഞ്ഞു. ഏതായാലും ആ സമയം ഞങ്ങൾ മാനസികമായി തകർന്നിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പോൾ ഇവിടുത്തെ, ഞാൻ ഇടത്തുവാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതേ പുള്ളിക്കാരി പറഞ്ഞു, ബെറ്റീന ഒന്നും വിഷമിക്കണ്ട, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ഇത് പരിപൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവേ ഇത് സൗഖ്യം കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് സാക്ഷി പറയാമെന്ന് തീരുമാനിച്ചു.
അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ സമ്മതിച്ചു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ ഞങ്ങൾ സമ്മതിച്ച് കീമോ ചെയ്തു. ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ക്യൂറാവുമെന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാനൊക്കത്തില്ല. ഇത് ലിംഫോമ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറിൻ്റെ വേറൊരു രൂപമാണ്. അത് ഹൈ ഗ്രേഡാണ്, സ്റ്റേജ് 3 ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആരോടും പറയാൻ പോയില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ സ്റ്റേജ് 4 എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എഴുതി തള്ളുവാണല്ലോ മനുഷ്യനെ. അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ അടുത്ത ആൾക്കാരോട് മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ സ്റ്റേജ് 3 ആണ്. ഡോക്ടറും പറഞ്ഞു ക്യൂറായിട്ട് കുറയാൻ വളരെ പ്രയാസമാണ്, പിന്നെ നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ മാതാവ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കീമോ തുടങ്ങി. മൂന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നും അവരുദ്ദേശിക്കുന്ന അത്രയൊന്നും ചുരുങ്ങാൻ ചാൻസ് കണ്ടില്ല. ഒരു 2-3 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എന്നുള്ള 3 സെൻറ്റിമീറ്ററാണ് ചുരുങ്ങിയത്. ഏതായാലും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 6 കീമോ കഴിഞ്ഞു. മാനസികമായി അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ കൂടെ അച്ഛൻ്റെ പ്രഭാഷണങ്ങളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഞങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഉടമ്പടി ചെയ്യാത്തതുകൊണ്ട് അന്നത്തെ സമയത്ത് ഓൺലൈനിൽ കൂടെയുള്ള യൂട്യൂബ് മാത്രമല്ല, നമുക്ക് ഉടമ്പടി ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചു കീമോ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് കുറച്ച് ആ സമയത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞങ്ങൾ കേട്ടു. അതിൽ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ UK എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇന്ന ഒരു വിദേശത്തുനിന്ന് ഒരാളിങ്ങനെ അതികഠിനമായ രോഗത്താൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നു, ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, അദ്ദേഹത്തിൻ്റെ രോഗം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കാര്യമാണ് അച്ഛനെന്ന് പറഞ്ഞെന്ന് വിശ്വസിച്ച് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് 2019 കാരണം കീമോ കഴിഞ്ഞ് 5-6 മാസം എടുക്കുമല്ലോ. ആ സമയത്ത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തതുള്ളൂ. PT സ്കാൻ, CT സ്കാൻ എന്ന് പറഞ്ഞാൽ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ഒരു സ്കാനുണ്ട്, അത് 6 മാസം കഴിഞ്ഞ് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ പറയാം, അല്ലെങ്കിൽ ഹൈ കീമോയ്ക്ക് വീണ്ടും പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചു. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇവിടുത്തെ തൈലങ്ങളും എല്ലാം കിട്ടി. ദൈവത്തിൻ്റെ കുറവ് കൊണ്ട് അച്ഛനെ കാണാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എടുക്കണം, ഇങ്ങനെ അത് തന്നെയല്ല 1 മാസം എടുക്കും 2 മാസം എടുക്കും എന്നൊക്കെ പറഞ്ഞു. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ആ കോർണറിൽ വെച്ച് അച്ഛൻ, എനിക്കറിയത്തില്ല, ദൈവം കൊണ്ട് തന്നതാണെന്ന് തോന്നുന്നു, അച്ഛനെ എനിക്ക് കാണാനെത്തു. അച്ഛൻ എൻ്റെ കൈക്ക് പിടിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെയാണ് എൻ്റെ സംഭവം, ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് ഹൈ കീമോയിലോട്ട് പോവുകയാണ്. അച്ഛൻ ഉടനെ എന്നോട് പറഞ്ഞു മകനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈക്ക് പിടിച്ചിട്ട് എൻ്റെ വയറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു നീ പൊക്കോ, ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞാൽ മതി, അതൊരു സ്ക്രാച്ചായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഒരു ചെറിയ സ്ക്രാച്ച്, നമ്മളിപ്പം മുറിവൊക്കെ വന്നു കഴിഞ്ഞ് ഉണങ്ങത്തില്ല, അതുപോലൊരു സ്ക്രാച്ച് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് ഇവിടുത്തെ തേനും എല്ലാം കഴിച്ചുകൊണ്ട് അവിടെ ഉടമ്പടി വസ്തുക്കളുമായി ഞങ്ങൾ തിരികെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും പെറ്റ് സ്കാൻ ചെയ്യാൻ പോയി. ആ സമയത്ത് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ പെറ്റ് സ്കാൻ ചെയ്യാൻ അകത്ത് കയറിയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. വൈഫ് പറയുന്നത് കേട്ടു, അത് ഭയങ്കരമായിട്ട് തിളങ്ങി അങ്ങ് വികസിച്ചു കൈക്കകത്ത് നിന്നുകൊണ്ട്. അന്നേരം വൈഫ് പറഞ്ഞു ഇത് മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം കിട്ടി. അങ്ങനെ പെറ്റ് സ്കാൻ കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഒരു സെൻറ്റിയോ 2 സെൻറ്റിക്കകത്ത് ഒരു ചെറിയ സ്ക്രാച്ച്, കാരണം മുറിവ് വന്നു വെച്ചിട്ട് ഉണങ്ങുന്ന പോലുള്ള ഒരു സ്ക്രാച്ചായിരുന്നു. പിന്നെ അത് വലിയൊരു അനുഭവമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ദൈവകൃപ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട. ഒരു പ്രാവശ്യം 3ാമത് കണ്ട മാതാവിനെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇത് ആരാണെന്ന്. എപ്പോഴും വൈഫിനോട് ഞാൻ പറയും, ഒരാൾ ഇന്നലെ രാത്രിയിൽ വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടി ഞാൻ കിടക്കുമ്പോൾ ഇങ്ങനെ മേളിൽ കൂടെ പോകുന്നതായിട്ട് കാണാം. അങ്ങനെ ഞങ്ങളെപ്പം നാട്ടിൽ ഇടത്തേക്ക് പോയാലും പാതിരാത്രി ആണെങ്കിലും ഇവിടെ വന്ന് കുരിശിങ്ക വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ അന്ന് രാത്രി വെളുപ്പിൻ്റെ 2 മണിക്ക് ഇതുവഴി പോകുമ്പോൾ, അന്ന് പഴയ കുരിശും തൊട്ടിയായിരുന്നു ഇവിടെ, അവിടെ വന്ന് നോക്കി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവളോട് പറഞ്ഞു ഇതാണ് ഞാൻ കണ്ട മാതാവ്, ഇത് തന്നെ മാതാവ്. കാരണം പല രൂപത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു, വസ്ത്രങ്ങളുടെ മാറ്റത്തിൽ. അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ കണ്ട മാതാവെന്ന് പറഞ്ഞു. പിന്നെ ഈ തൈലങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റേതായ ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. പറഞ്ഞ് തീരാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ദൈവകൃപയാൽ 6 മാസം ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി വീക്കായതുകൊണ്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ വീണ്ടും നോക്കിയപ്പം ഈ ഒരു സാധനം കാണാനില്ല. ഡോക്ടർക്ക് പോലും അതിശയമായിപ്പോയി. ഞാൻ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആ ഡോക്ടറോടൊരു സാക്ഷി പറഞ്ഞു. കാരണം മുസ്ലിമായ ഒരു ഡോക്ടറാണെങ്കിലും പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇതാണ് ഞങ്ങളിങ്ങനെ മാതാവില്ല. പുള്ളി പറഞ്ഞു എനിക്കൊരിക്കലും വിശ്വസിക്കാൻ ഒക്കുന്നില്ല, ഇത്രയും 10 സെൻറ്റി നീളത്തിലും 9 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു മാസ് ഒരു ഓപ്പറേഷൻ ചെയ്യാതെ
മാറുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിശ്വസിക്കാൻ വയ്യാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞ് നമ്മുടെ പള്ളിയിലുള്ള ആൾക്കാരോടൊക്കെ പലർക്കും അറിയാമായിരുന്നു. ഞാൻ അവിടെയും സാക്ഷി പറഞ്ഞു. ഇത് അറിഞ്ഞുകൊണ്ട് 2-3 വ്യക്തികൾക്ക് ഇങ്ങനെ ക്യാൻസറിൻ്റെ ഇതുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞു. മാതാവിൻ്റെ കാരണം എനിക്ക് വന്ന അത്ഭുതം ഞാൻ മറ്റുള്ളവരെ കൂടെ അറിയിച്ചു. കാരണം നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇത് തന്നെയാണ്. മാതാവിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. പക്ഷേ വിശ്വസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോവിഡിൻ്റെ ഉള്ളൊരു സമയത്തായിരുന്നല്ലോ. എൻ്റെ വൈഫ് കോവിഡ് വാർഡിലാണ് ജോലി ചെയ്തത്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ ഉപ്പ് ഇവിടുന്ന് കിട്ടുന്ന ഉപ്പ് ഞാൻ എന്തെടുക്കും, വീടിൻ്റെ 4 ചൂലയ്ക്കും സ്വല്പം ഇടും, ഫ്രണ്ടിലും ഇടുമായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ വലിയ അളവറ്റ കരുണയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിൽ കോവിഡ് വന്നിട്ടേ ഇല്ല. ഇത്രയും ആൾക്കാർക്കൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു കോവിഡും വന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം എനിക്കറിയത്തില്ല, ഇതിൻ്റെ ശക്തി വെളിപ്പെടുത്താനായിരിക്കും മാതാവ് ഒരു ദിവസം സന്ധ്യയായപ്പോൾ ഞാനൊന്ന് ചുമച്ച് കഴിഞ്ഞ് നമുക്കവിടെ കിറ്റ് കിട്ടും, ഇങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് നോക്കാനായിട്ട്. ആ കിറ്റ് വെച്ചിട്ട് ഞാൻ ഇവരറിയാതെ നോക്കിയപ്പം എനിക്ക് കോവിഡാണെന്ന് മനസ്സിലായി. ഞാൻ ഇവളോട് പറഞ്ഞില്ല, വീട്ടിലാരോടും പറഞ്ഞില്ല. ഞാനൊരു നേഴ്സിംഗ് ഹോമിൽ മെയിൻ്റനൻസ് മാനായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2 ആഴ്ച അവധി എടുക്കേണ്ടി വരും. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. സർവ്വശക്തിയുള്ള പിതാവേയും സ്വർഗസ്ഥനായ പിതാവേയും മാതാവിൻ്റെ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി ഇവിടുന്ന് തന്ന തേൻ കഴിച്ചു. 3 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല. വൈകിട്ട് 8 മണിക്ക് കഴിച്ചു. വീണ്ടും ഒരു 9:30 ആയപ്പോൾ നോക്കി, വീണ്ടും പോസിറ്റീവ്. 12 മണിക്ക് നോക്കി, വീണ്ടും പോസിറ്റീവ്. 3 മണിക്ക് വീണ്ടും തേൻ കഴിച്ചിട്ട് നോക്കി, പോസിറ്റീവ്. 6 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നെഗറ്റീവാണ് കണ്ടത്. ഞാൻ അതിൻ്റെ എവിഡൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ സ്ക്രിപ്പും എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നെഗറ്റീവായിരുന്നു, പോസിറ്റീവായിരുന്നു. കാരണം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ഭയങ്കര ഒരു അത്ഭുതമാണ് നടന്നത്. കാരണം ഇവിടുത്തെ തേനും ഇവിടെ വെഞ്ചരിച്ച് തന്നിരിക്കുന്ന ഉപ്പും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഒത്തിരി ഞാൻ അനുഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. മാതാവ് ഞങ്ങളെ ഒത്തിരി അതിശയമായിട്ട് നടത്തി. ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ 6 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എല്ലാ കാര്യങ്ങളും നടന്നു. കാരണം പുള്ളിക്കാരിയുടെ ജ്യേഷ്ഠത്തിൻ്റെ മോന് കല്യാണം നടക്കുന്നില്ലായിരുന്നു. ഇച്ചിരി ഷോർട്ടായിരുന്നു. 32 വയസ്സുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് 1 മാസത്തിനകം ഒരു ദുബൈയിലുള്ള ഒരു പെണ്ണ് എന്നെ വന്ന് കല്യാണം ആലോചിച്ച് ആ കല്യാണം നടക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തീരാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഏത് കാര്യത്തിനും ഈ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് തരുന്ന തൈലവും തേനും ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എവിടെയെങ്കിലും നമുക്കൊരു വേദനയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് സ്വല്പമൊന്ന് നമ്മുടെ നാക്കേ തൊട്ട് കഴിഞ്ഞാൽ ആ വേദന എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥന എല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ചൊല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹമായി നടത്തിയ തിരുഗുരുമാരനും ദൈവമാതാവിനും പ്രത്യേകം നന്ദി പറയുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുമെന്ന് പറഞ്ഞ് അല്ലി ചെയ്ത കർത്താവ് ഇത്രത്തോളം നമ്മളെ വഴി നടത്തി മുന്നോട്ടുള്ള ജീവിതവും മാതാവ് ഞങ്ങളെ വഴി നടത്തുമെന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷി പറയുന്നു. കാരണം എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് എനിക്ക് ഈ അസുഖം മാറിയെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ കർത്താവിനോട് പറയുക. 33-ാം അധ്യായം 16-ാം തിരുവചനം. ഇവിടെ ഉടമ്പടി എടുക്കുന്നവർ വ്യത്യസ്തരാവുകയാണ്. എങ്ങനെയാണ് അവർ വ്യത്യസ്തരാവുക? കർത്താവിൻ്റെ സാന്നിധ്യത്തിലൂടെ. കർത്താവ് കൂടെ നടന്ന് നമ്മളെ വഴി നടത്തുന്ന ഒരു അനുഭവമാണ് പിന്നീട് ഉടമ്പടിയിലൂടെ ഉണ്ടാവുക. ജോർജ് തോമസ് എന്ന മകൻ, ആ മകൻ്റെ ലിംഫോമിയ, അതാണ് ടൈപ്പ് ഓഫ് ക്യാൻസർ. അപ്പോൾ ആ ഒരു അസുഖം, എങ്ങനെയാണ് രോഗസൗഖ്യം ഈ മകന് കിട്ടിയത് എന്നാണ് ഇവിടെ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തിയത്. അതായത് അതിൻ്റെ 3rd സ്റ്റേജ്. അപ്പോൾ ഹൈ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നാണ് ആ മകൻ നമ്മോട് പറഞ്ഞത്. അതിൻ്റെ ആ മുഴയുടെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 9 സെൻറ്റിമീറ്ററും. അങ്ങനെയുള്ള ഒരു മാസ്, അത് കുടലിൻ്റെ ഇടയ്ക്കുള്ളത്. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പെട്ടെന്നൊന്നും സാധിക്കില്ല. ഓപ്പറേഷൻ ചെയ്താൽ അത് പിന്നീട് ബ്ലീഡിങ് ആകാൻ ഇടയുണ്ട്. ജീവന് തന്നെ അത് ഒരു പ്രശ്നമാകും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഡോക്ടർ പറയുന്നു, കീമോയൊക്കെ എടുക്കുന്നു.
ആ കീമോ എടുത്തതിന് ശേഷവും ഡോക്ടർ പറയുക ഇത് പരിപൂർണമായിട്ട് മാറുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് ചിലപ്പോഴത് വീണ്ടും ഒന്ന് വളരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ മക്കളോട് പറയുക. അപ്പോഴീ മകൻ അവിടെ വെച്ച് തന്നെ കൃപാസനത്തിലേക്ക് വരാമെന്നും അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നുമൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ തന്നെ അവിടെ സൗഖ്യം കിട്ടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുന്നു. അച്ഛൻ പറയുന്നുണ്ട് അതൊരു സ്ക്രാച്ച് പോലെ അത് മാറും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നാണ് ഈ മകനോട് പറയുക. അതങ്ങനെ തന്നെ പിന്നീട് ഇവർ പെറ്റ് സ്കാൻ ചെയ്ത് CT സ്കാനിലൂടെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ഡോക്ടർ തന്നെ അത്ഭുതപ്പെടുന്നു. ഡോക്ടർ തന്നെ പറയുകയാണ് അത് വെറും ഒരു സ്ക്രാച്ച്, അതായത് ഒരു മുറിവ് വന്ന് ഉണങ്ങുന്നത് പോലെ അത് ചുരുങ്ങി അങ്ങനെ മാത്രം മാറിയിരിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇവർ ഉടമ്പടിയിൽ വിശ്വസ്തരായിരുന്നു. ഇവരുടെ പ്രാർത്ഥനയും മറ്റ് കാരുണ്യ പ്രവർത്തികൾ അതിലൊക്കെ ഇവർ ഊർജ്ജവത്തായിട്ട് തന്നെ അതെല്ലാം ഇവർ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് അമ്മയോടുള്ള പ്രാർത്ഥന ഇവർ മുടക്കിയില്ല. ഏത് കാര്യത്തിനും ഇവർ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇവർക്ക് പിന്നീട് ഇവരുടെ വീട്ടിലെ തന്നെ ഒരു വലിയ ഔഷധമായിട്ടാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാറുക. അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ തന്നെ ഇവർ വ്യത്യസ്തരാവുകയാണ്. ഡോക്ടേഴ്സിന് അത്ഭുതമാവുകയാണ് ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ ഇങ്ങനെ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ നമുക്കും നമ്മെയും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളായ നമുക്കും വ്യത്യസ്തരാകുക വെറുതെ ആകില്ല. അതിന് വേണ്ടതായ പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതായത് 100% നാം ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കണം, ഉടമ്പടി നിബന്ധനകൾ പാലിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിന് മുമ്പിൽ കറയറ്റ മനസ്സോടെ നിൽക്കുവാൻ കഴിയുക. അങ്ങനെ ഉള്ള ഒരു മകൻ്റെയും മകളുടെയും ജീവിതം വെറുതെയാവില്ല. ആ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ഒത്തിരിയേറെ കൃപകൾ വർഷിക്കും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവതിരുനാമത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ